പ്രധാനമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്താ, ഇവിടെ ഒരു ഹിജാബിന്റെ പ്രശ്നം, അതിപ്പോ ഹിജാബ് ഇട്ടാൽ എന്താ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളോട് തിരിച്ച് ആദ്യം ചോദിക്കുന്നത്, നിങ്ങൾക്ക് യൂണിഫോം ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ചാൽ എന്താ? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഒരു ലോ ഇവിടെ ഉണ്ടെങ്കിൽ അതനുസരിക്കണം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. നിങ്ങൾ എന്തിനാണ് ഈ ലോ ലെസ്നെസ്സിന് വേണ്ടിയിട്ട് വാദിക്കുന്നവരായിട്ട് മാറുന്നത്? എന്തിനാണ് അത്തരത്തിലൊരു ചീത്തപ്പേര് ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വെച്ചു കൊടുക്കുന്ന രീതിയിൽ ഇതേപോലെ ജിഹാദ് ഇത്തരം നിങ്ങൾ പുറത്തെടുക്കുന്നത് എന്തിനാണ്? ഒരു നിയമം ഇവിടെ ഉണ്ടെങ്കിൽ അത് പാലിക്കാൻ നിങ്ങൾ നിർബന്ധിതരാണ്. അത് ഏത് നിയമം ആയിക്കോട്ടെ, അത് രാജ്യത്തിന്റെ നിയമങ്ങളാണ്, സെക്യുലർ നിയമങ്ങളാണെന്നുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കണം. ഇവിടെ പറഞ്ഞു കുറെ ആയത്തും മണ്ണാങ്കട്ടയൊക്കെ എഴുതിയിരുന്നു. ഇതിന്റെ ബാക്കി കൂടി പറയണം. നിങ്ങൾ ഈ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് അത് വസ്ത്ര സ്വാതന്ത്ര്യം എന്നാണ് പറയുന്നത്. ഇസ്ലാമിൽ എവിടെയാണ് ഇത് വസ്ത്രം ആയി മാറുന്നത്? ഇത് വസ്ത്രമല്ല, ഇത് മതചിഹ്നമാണ്. എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സാധനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ സാധനത്തെ നമ്മൾ അപ്പിക്കുപ്പായം എന്നേ വിളിക്കേണ്ട കാര്യമുള്ളൂ. വെറുമാക്കല്ല ജയകൃഷ്ണന്റെ വാക്ക്. ഈ ഹിജാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതന്ത്ര സ്ത്രീയും അതുപോലെ തന്നെ അടിമ സ്ത്രീയെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം, ഒരു മതചിഹ്നം മാത്രമാണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അപ്പിടാൻ പോകുമ്പോ ആളുകള്, അതായത് ഉമറിന്റെ ഭരണം വേണം എന്ന് പറഞ്ഞ ആ ഉമർ ഒളിച്ചു കണ്ടു അപ്പിടാൻ പോയപ്പോ. അത് കണ്ടിട്ടാണ് ഈ സാധനം ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. അതിന്റെ പേരിലാണ് ഈ സാധനം ഇറങ്ങിയത്. അയ്യോ കഴിഞ്ഞില്ല ഇനി കുറേയുണ്ട്. മണ്ണ് തപ്പും. അന്ന് മര്യാദയ്ക്ക് ഒരു കക്കൂസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഹിജാബ് ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞത് കുറെ കാലം ഇത് ഓങ്ങിക്കൊണ്ട് നടക്കുന്നു. ഇനിയെങ്കിലും ഇത് പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഇത് വലിയ എന്തോ വസ്ത്രമാണെന്നൊക്കെ പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ട് ഒരു കാര്യം ഇവിടെ ചെലവാകാൻ പോകുന്നില്ല എന്റെ പൊന്ന് അബ്ദുള്ള. ആ കാലമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഈ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് നിങ്ങൾ തന്നെയാണ്. ഇത് ഇവിടെ മാത്രമല്ല, ഇവിടെ കർണാടകയിലെ വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ. അവിടെയും ഈ പണി ഒപ്പിച്ചു തരാം. ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ അവിടെയും ഇതേ പണി ഒപ്പിച്ചത് ഇതേ മുസ്ലിം സംഘടനകളാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. എന്തിന്റെ കഴപ്പാണ് നിങ്ങൾക്കെന്നാ ഞാൻ ചോദിക്കുന്നത്. ഏത് കാര്യത്തിനിറങ്ങിയാലും ലോകത്തോൽവി കണ്ടാലറിയാം. മധ്യപ്രദേശില് ഇതേപോലെ ഒരു സ്കൂളിനകത്ത് കൊണ്ടുവന്നിട്ട് ഹിന്ദുക്കളായിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഹിജാബ് ഇടിപ്പിക്കുന്നു. എന്തിന്റെ കേടാണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഏറെ കളിച്ചാൽ ഈ മുനിസിപ്പാലിറ്റി കെട്ടിടം വരെ ഞാൻ ജപ്തി. ആദ്യം വെള്ളം വയ്ക്കണ്ട, ഞാൻ എന്റെ വികാരം പ്രകടിപ്പിച്ചാൽ വീട്ടിൽ പോയി പ്രകടിപ്പിച്ചാൽ മതി. ആരിഫ് ഹുസൈൻ അതേ പറയുന്നൊന്ന് കേൾക്കുക, ദയവായി ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ പറയുന്നു, ആരിഫ് ഹുസൈൻ അപ്പൊ പറയണേ, ഞാനല്ല പറയണേ. അതെ, ഞാനാ പറയുന്നത്. ഓ അബ്ദുള്ള, ഞാൻ അതാണ് പറയുന്നത്. നിങ്ങളെ കേൾവിയുടെ പ്രശ്നം. നാളെ തന്നെ ഡോക്ടറെ പോയി കാണിക്കണം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഒന്നുകുട്ടി, എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.